ഗ്രൂപ്പ് ഘട്ടത്തിലെ കില്ലാടികൾക്ക് സൂപ്പർ 8 കടന്നപ്പോൾ എന്തു പറ്റിയെന്നാണ് ആരാധകരുടെ ചിന്ത മുഴുവനും. സ്വന്തം നാട്ടിൽ മറ്റൊരു ലോകകപ്പ്, തുടർച്ചയായ രണ്ടാം T20 ലോകകപ്പ് ജയം എന്ന ചരിത്ര നേട്ടം. അങ്ങനെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ കണ്ടൊരു സ്വപ്നത്തിനുമേലാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രഹരമേറ്റത്. എവിടെയാണ് പിഴച്ചത്, എന്താണ് തിരുത്തേണ്ടത് എന്നിങ്ങനെ ചർച്ചകൾ പല വഴിയാണ്. ഇതുവരെ ജയിച്ചുവന്ന ടീമിൽ നിന്നും മാറ്റമുണ്ടാകില്ലെന്നായിരുന്നു ടോട്ടീസിനെ നേരിടുന്നതിന് മുൻപുള്ള സൂര്യയുടെ മറുപടി. അത് കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആണെന്ന് തിരിച്ചറിയാൻ സൂര്യയ്ക്ക് മണിക്കൂറുകളെ വേണ്ടി വന്നുള്ളൂ. അട്ടിമറി വീരന്മാരായ സിംബാബ്വെയെ തരിപ്പണമാക്കിയുള്ള വെസ്റ്റ് ഇൻഡീസിന്റെ കുതിപ്പും ഇന്ത്യയ്ക്ക് ദുസ്സൂചനയാണ്. കളി കയ്യിൽ ഒതുക്കണമെങ്കിൽ കാര്യമായി തന്നെ പണിയെടുക്കണം. ഓപ്പണിംഗിൽ തുടർച്ചയായി നിറം മങ്ങുന്ന അഭിഷേക് ശർമ്മ, 2020 ഏകദിനവും ടെസ്റ്റും കളിക്കുന്ന തിലക് വർമ്മ, വാലറ്റത്ത് വെടിക്കെട്ട് പോയിട്ട ഉടുക്കിന്റെ താളം പോലും കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന റിങ്കു സിംഗ്, സ്പിൻ ബൌളിംഗിൽ വരുൺ ചക്രവർത്തിക്കുണ്ടായ പതനവും പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും നായകൻ സൂര്യകുമാറിന്റെയും തെറ്റായ തീരുമാനങ്ങളുമെല്ലാം ഈ തോൽവിയുടെ ആഘാതം കൂട്ടുന്നുണ്ട്. കഴിഞ്ഞതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും തോൽവിയുടെ പാഠം ഉൾക്കൊണ്ട് കളിച്ചാൽ ഇന്ത്യക്ക് ഒരു കംബാക്ക് സാധ്യമാണ്. ഇന്ത്യ സെമിയിലെത്തുമോ? അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? വെസ്റ്റ് ഇൻഡീസിനും ദക്ഷിണാഫ്രിക്കയ്ക്കും പിന്നിൽ മൂന്നാമതാണ് നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇനി ഇന്ത്യക്ക് നേരിടാനുള്ളവരിൽ വിൻഡീസും സിംബാബ്വേയുമാണുള്ളത്. 5.35 റൺ റേറ്റുമായി ബഹുദൂരം മുന്നിലാണ് വിൻഡീസ്. ദക്ഷിണാഫ്രിക്കയ്ക്കാകട്ടെ 3.800 റൺ റേറ്റ്. ഇന്ത്യയോ -3.8 എന്ന നിലയിലും. അതിനാൽ ഇനിയുള്ള 2 കളികളും ഇന്ത്യക്ക് ജയിക്കണം, അതും മികച്ച റൺ റേറ്റിൽ തന്നെ. 26 സിംബാബ്വേയും മാർച്ച് 1 വിൻഡീസിനെയുമാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത്. മാത്രമല്ല ദക്ഷിണാഫ്രിക്കയും വിൻഡീസുമായുള്ള മത്സരത്തിൽ വിൻഡീസ് തോൽക്കുകയും വേണം. മറിച്ച് ദക്ഷിണാഫ്രിക്ക തോറ്റാലോ റൺ റേറ്റിന്റെ കണക്കിൽ വിധി നിർണയിക്കാം. ഇനി ഒരു മത്സരം കൂടി ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നാൽ അത് ലോകകപ്പിന് പുറത്തേക്കുള്ള വഴിയാകും.